വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചാലഞ്ച് ആയിട്ടാണ്. 1 ഡേ ചാലഞ്ച്. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അതായത് നമ്മുടെ റിയൽ ലൈഫിലത്തെ ഒരു ദിവസം ഈ മൈൻക്രാഫ്റ്റത്തെ ഒരു ദിവസമേ കളിക്കാൻ പാടുള്ളൂ. അതായത് മൈൻക്രാഫ്റ്റത്തെ ഒരു ദിവസം മാത്രമേ റിയൽ ലൈഫിൽ ഒരു ദിവസം കളിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കളിക്കുന്ന ഡേറ്റ് മറന്നുപോയി നിൽക്ക് കേട്ടോ. ഡേറ്റ് പറഞ്ഞാൽ ഒക്ടോബർ 22 അന്നാണ് നമ്മളിപ്പോൾ കളിക്കണത്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും മിക്കവാറും അന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം മാത്രം, ഒരു ദിവസം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചാലഞ്ചാണ്. അതായത് ഈ ഒരു ഡേ കൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ബെഡിൽ നിന്ന് ഉറങ്ങി എണീച്ചാൽ നമുക്ക് പിന്നെ അടുത്തൊരു ഇതിന് കളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുഡ് കിട്ടി തുടങ്ങാം. മാത്രമല്ല, ഒക്ടോബർ 22 ഈ ഒറ്റ ദിവസത്തിൽ ഒരു മൈൻക്രാഫ്റ്റ് ഡേ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞ സമയമാണെങ്കിൽ നമുക്ക് മാക്സിമം പറ്റാമെങ്കിൽ പ്രോഗ്രസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ സ്പോണായാണ് ഒരു ജംഗിളിൻ്റെ ബയോമിലാണ് ഞാൻ സ്പോണായിരിക്കുന്നത്. അപ്പോൾ ഈ ബയോമിൽ പറ്റാത്ര ഇതുണ്ടാക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വുഡാണ് ഈ ജംഗിള് പറഞ്ഞാൽ. ഓക്കും സ്പ്രൂസിൻ്റെ അത്ര ഇഷ്ടമല്ലെങ്കിലും മിക്ക അതിൻ്റെ പെയിലോക്കൊക്കെ ഇല്ലേ, അതിൻ്റെക്കാളിലും ഇഷ്ടമുള്ള വുഡാണിത്. നമുക്ക് ആദ്യം പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മൾ സ്പീഡ് റണ്ണാണെങ്കിൽ നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ സ്പീഡ് റണ്ണ് എൻ്റെ കഴിവൊക്കെ കാണാൻ പോവാണ് മിക്കവാറും. പിന്നെ ഈ ചാലഞ്ച് ഹാർഡ് കോറിലല്ല, ഹാർഡ് കോറിലേക്ക് പുതിയൊരു സീരീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹാർഡ് കോർ ആക്കേണ്ട കരുതി നമ്മുടെ സ്പീഡ് റൺ വേഗം തന്നെ പുസ്തകം കുറച്ചൊന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്ത് മാത്രം ഇവിടെ ഒരു വലിയ ഗുണാതീവന്മാർ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് വേഗം കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സ്റ്റോൺ സോഡ്, ആക്സ്, പിക്കാക്സ്, ഒരു 2 ഫർണസ് വേഗം നമ്മുടെ കയ്യിൽ കളയാനായിട്ട് തീരെ സമയമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ തൽക്കാലത്ത് നിർത്താൻ മതി. നേരെ അടുക്കി നമുക്ക് വെക്കാം. ഇത് മാറ്റാം. നമ്മുടെ കയ്യിൽ ഇനി ഒരു ഷവറിൻ്റെയും ഹോവിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അതുകൂടി നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് അത് 2 ഉണ്ടാക്കിയെടുക്കാൻ വേഗം. ഒരു ഷവലും പിന്നെ ഒരു ഹോയും, അത്രയും മതി. ഇത് കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇങ്ങോട്ട് പോവാം. നമുക്കിനി കുറച്ച് തടീൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് തടി ആദ്യമേ നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ എവിടെയും തടി ഉണ്ടോ എന്നായി നോക്കണം. തൽക്കാലം ഇത് മതി. സ്പീഡിന് എനിക്ക് അത്രയൊന്നും അറിയില്ല, എന്നാലും ഞാൻ മാക്സിമം നോക്കാം. കാരണം ഒരു സീരീസ് തന്നെ കളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബോറടിക്കുന്നുണ്ട്. അങ്ങനത്തെ അറിയുണ്ടാവും. കാരണം കഴിഞ്ഞൊരു ഹാർഡ് കോർ സീരീസിൽ ഒരേ സീരീസ് കുറേ എണ്ണം കളിച്ചാൽ ചെറുതായിട്ടൊക്കെ ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്ക് വേറെ സീരീസ് മാറ്റി പിടിച്ചാൽ ആ 2 സീരീസിനും അധികം നമുക്ക് ബോറടിക്കില്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഈ മരം കൂടി നമുക്ക് വെട്ടിയെടുത്തിട്ട് എവിടെ നമ്മുടെ ജോലി നമുക്ക് തുടരാം. നമുക്ക് ഇവിടെ ഒരു പൂ ഉണ്ടാവും, നമുക്ക് എടുക്കാം. റെഡ് ബെഡ് ഉണ്ടാക്കാം. ഇനി ഇവിടുന്ന് തത്തമ്മ ഉണ്ടല്ലോ, നമുക്ക് പറ്റുകയാണെങ്കിൽ 2 തത്തമ്മീനും പെറ്റാക്കാം. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇത് കൊടുത്താൽ പോയായിരിക്കും. ഇതൊരു അറിവ് വെച്ചിട്ട് ഇത് കൊടുത്താൽ, അല്ലെങ്കിൽ അവർ വീറ്റ് സീഡ് അല്ലേ അവർ വീറ്റ് സീഡ് അല്ലേ കഴിക്കുള്ളൂ. ഇത് കഴിക്കൂ, അതൊക്കെ നോക്കണം. കഴിക്കില്ല ഇനി. എന്നിട്ട് വേഗം വന്നിട്ടും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സമയമില്ല തീരെ. പോവാണെങ്കിൽ പോട്ടെ, സമയമില്ലേക്ക്. ഞാൻ മരത്തിൽ കയറി ഞാൻ അങ്ങോട്ട് പോണ്ടേ. എടോ, വേണമെങ്കിൽ വന്നാൽ മതി. ഞാൻ ഇവിടുത്തെ ഇതും കട്ട് ചെയ്ത് കുറച്ച് മരം കൂടി ഉണ്ടാക്കാൻ എത്തിക്കാം. മരം നല്ല ആവശ്യമാവും. ഇനി ചിലപ്പോൾ ഇതുണ്ടാവും, എന്താണ് രാത്രിയൊക്കെ ചിലപ്പോൾ ബെഡ് കിട്ടിയില്ലെങ്കിൽ. ഇവിടെ ആണെങ്കിൽ ആ ഒരു ഷീപ്പിനെ കാണാനുമില്ല. സൂര്യൻ കേസ് പകുതി വഴിയായി. നമുക്ക് നേരെ ഇവിടുന്ന് പോകാം. കുറച്ച് ബാമ്പ് എടുക്കാം കേസ്. മുള നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് ഇനി നട്ടു വയ്ക്കാൻ പറ്റും. നമുക്ക് ഇവിടെ പോയിട്ട് കുറച്ച് മുള കുറച്ച് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാമായിരുന്നു. ഇതൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് വേഗം പോവാം. പ്ലെയിൻസ് ഇത് സവാനല്ലേ? അല്ല, ഇത് മാംഗ്രൂവാണ്. മാംഗ്രൂവും സവാനയും മിക്സ് ആക്കി പുതിയ ടൈപ്പ് കോഴി. ഹാർഡ് കോർ സീരീസിലേക്ക് ഓർമ്മ ഉണ്ട്, കോഴിനെ ഇട്ടതാ ഞാൻ കഷ്ടപ്പാടേ. ഫുഡ് വേണം എന്തായാലും. ഫുഡ് മുഖ്യം പിക്കില്ലേ, എന്തില്ലെങ്കിലും ഫുഡ് മാത്രം ആയും വേണം. ഇനി നമുക്ക് പിന്നെ നമുക്ക് മാക്സിമം ഡെയിലി
ഓ 2 സ്കെൽട്ടൻ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കെൽട്ടനെ പേടി, നമുക്ക് തൽക്കാലം റിസ്ക് എടുക്കാൻ വയ്യ. നമുക്ക് ഇവിടെ പിന്നെ ഡെയിലി മാക്സിമം വീഡിയോ ഇടാൻ. ഓ 2 ഷീപ്പ്. അപ്പോൾ നമുക്ക് ഇനി അവരിനെ കൂടി തട്ടാം. പിന്നെ ഞാൻ കുറേ നേരെ പറയാൻ നോക്കണം. അയ്യോ ഓ കണ്ടാരവേ, അവിടെ ചത്തു ഞാൻ ചത്തു. അവിടെ ചത്ര. ഇവൻ എങ്ങനെയൊക്കെ തട്ടണം. ആ കുട്ടിക്കുരുപ്പ് വന്നിട്ടാണ് ഈ ഇത്രയും ഉണ്ടായത്. എങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുമ്പോൾ അപ്പോൾ അവൻ്റെ കുറച്ച് പൊന്നാരം. 2 ഷീപ്പ്, ഒരെണ്ണം കൂടി എവിടുന്നേലും കിട്ടിയാൽ. ഒരു ഷീപ്പിനോട് ആവശ്യമുണ്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാനായിട്ട്. കോഴി ബബ ഉള്ളതൊക്കെ കൊല്ലാം. ഫുഡിൻ്റെ ആവശ്യം നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ പോയി കൊല്ലണം എപ്പോഴെങ്കിലുമൊക്കെ. നമുക്ക് ഏതെങ്കിലും സ്ഥലം കിട്ടുന്ന വരെ നമുക്ക് ഇങ്ങനെ നടക്കാം. അതിൻ്റെ ഇപ്പോൾ വഴിയുള്ളൂ. സമയം ഒരുപാട് കടന്നു. തൽക്കാലം ഈ ഒരു ഭാഗത്ത് എങ്ങനെയും തട്ടിക്കൂട്ടി ഒരു വീടുണ്ടാക്കാനായിട്ട് നോക്കാം. വേറെ സ്ഥലം കാണാം. പിന്നെ ഈ പോകുന്ന വഴിക്കുന്ന അത് കുറേ കളിച്ചത്. അതായത് ഇവിടെ കുറേ ഈ സാധനങ്ങളുണ്ട്, ഇതുണ്ട്. അപ്പോൾ ഫ്യൂവലിന് ഇനി എന്തായാലും നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് നിരപ്പാക്കിയിട്ട് എന്തെങ്കിലും വീറ്റ് കിട്ടുമോ നോക്കാം. വീറ്റിൻ്റെ സീഡ് കിട്ടുമോ നോക്കാം. ഈ സ്ഥലമൊക്കെ നമുക്കൊന്ന് നിരപ്പാക്കണം വേഗം. ഓക്കെ. ഓ സൂര്യൻ അസ്തമിക്കാനായി. ഈ സാധനം നിരപ്പാക്കിയിട്ട് എങ്ങനെയും തട്ടിക്കൂട്ടി ഒരു വീടുണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. മൈക്കിതുവരെ ഇട്ട് 3ാമത്തെ ഒരു ഷീപ്പിനെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ബെഡ് ഉണ്ടാക്കാനും പറ്റില്ല. ഈ ഒരു രാത്രി ഭൂമിൻ്റെ അടിയിൽ കഴിയേണ്ടി വരും എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും നോക്കാം. ഏതെങ്കിലുമൊക്കെ ഷീപ്പ് കിട്ടിയാലും നമുക്ക് മതിയായിരുന്നു. പക്ഷേ ഒരു ഷീപ്പൊക്കെ കിട്ടുന്നില്ല. എന്തായാലും ഈ സ്ഥലം നിരപ്പാക്കി തട്ടിക്കൂട്ടി വേഗം ഒരു വീടുണ്ടാക്കട്ടെ ഞാൻ. ഓക്കെ ഗൈസ്, വീടെന്ന് പറഞ്ഞാൽ വീട് അത്ര അല്ല. നമ്മൾ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ നൈറ്റ് സ്പെൻഡ് ചെയ്യാനുള്ളൊരു വീട് അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ നൈറ്റ് ഇപ്പം പെട്ടെന്നാവുമോ? അതിന് മുമ്പേ എങ്ങനെയെങ്കിലുമൊക്കെ വീടുണ്ടാക്കണം. ആദ്യം നമുക്ക് ജനൽ ഫിക്സ് ചെയ്യാം. ഒന്ന് വേഗം ആവട്ടെ. നൈറ്റ് ഇപ്പോൾ ആവും ഗൈസ്. അപ്പോഴാണ് ഞാൻ ഇവിടെ കുട്ടിക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേഗം നമുക്ക് ഈ തട്ടിക്കൂട്ടി വേഗം ഒരു വീടുണ്ടാക്കാം. ഇതെന്തത് ഇപ്പോൾ നൈറ്റ് ആവും. സോംബീസിൻ്റെ അണ്ണാക്കി വരുന്നതിന് മുമ്പേ വേഗം ഒന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത സ്പീഡിൽ ഉണ്ടാക്കാനായിട്ട് നോക്കട്ടെ. ഐസ്ക്രീക്ക് ചെയ്യണ വലിയൊരു സുഖം കിട്ടും. ഐ മീൻ അസുഖമുണ്ട്. ഇത്ര പെട്ടെന്ന് ഇത്രയോ വുഡ്. കമോൺ. ഇപ്പം നൈറ്റ് ആവും. എങ്ങനെയൊക്കെ ഒരു വീട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടും. വീടുണ്ടാക്കിയിട്ട് പക്ഷെ അതിന് മുമ്പ് ഒരു സ്കെൽട്ടൻ നമ്മുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കുറച്ചുകൂടി റൂഫ് ഉണ്ടാക്കിയാൽ മതി. അംബാനിയുടെ ഒക്കെ ഒരു കുഴപ്പമില്ല. പിന്നാലെ ഉണ്ടാവും. എവിടുന്നെങ്കിലും ഒരടി കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ പടാവും. ആ സ്കെൽട്ടനാണെങ്കിൽ വല്ലാത്തൊരു ചതിയാണ് കേട്ടോ കാണിച്ച്. ഇങ്ങനെ ചതിക്കൊന്നും കരുതിയില്ല. കഴിക്കാനായിട്ട് ഫുഡും ഇല്ല. ചിക്കൻ ഉണ്ട്, കുറച്ച് കഴിച്ചിട്ട് നമുക്ക് വയറ് നിറയ്ക്കാം. ഹങ്കറും പിടിച്ചു. നന്നായി. കമോൺ. സ്കെൽട്ടൻ കാണല്ലേ. ഓട്. ഓട് മോനെ ഓട്. ഇവിടെ ഓക്കെ. കമോൺ. ഹെൽത്ത് കൂട്ട്. സ്കെൽട്ടൻ ഉണ്ടോ? 4 ഇവിടെ ഒരാളുണ്ടായിരുന്നു. ഇപ്പം ഒരു അടി അടിച്ചിട്ടുള്ളൂ. ഇപ്പം എവിടെ പോയി? അതാണ് അതന്നെ വിചാരിക്കുന്നു. നമുക്ക് തൽക്കാലത്തിന് ചുറ്റിയിട്ട് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്നല്ലെങ്കിൽ ഞാൻ ചത്തിട്ട് കാണിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിയിട്ട് കാണിക്കും. എന്തെങ്കിലും ഉണ്ടാവും കേസ് ഇവിടെ. നിങ്ങൾ പ്രതീക്ഷ സംഭവിച്ചില്ല. അത് തന്ത്രപൂർവ്വം വീട്ടിലേക്ക് എത്തി. വേഗം അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കട്ടെ. വീടൊക്കെ പിന്നെ നമുക്ക് സെറ്റാക്കാം. ഇവിടെ നിന്ന് ചിലപ്പോൾ സ്കെൽട്ടൻ അടിക്കും. ഇനി ബാക്കി വീടോട് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ ഈ പ്ലാങ്കൊക്കെ മാറ്റി. അയ്യോ ഇവിടെ വേണ്ട. ഇപ്പോൾ അടിക്കും. ഇപ്പോൾ ബേബി സോംബിയാണ് പേടി. ഇവിടേക്ക് വരികയെന്ന് പറയാൻ പറ്റില്ല. തൽക്കാലത്തിന് ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ സെറ്റാക്കി. ഇനി നമുക്ക് വേഗം 2 ബെഡ് ഡോറുണ്ടാക്കി വേഗം അവിടെ വയ്ക്കാം. എന്തൊക്കെയാ കാണിക്കണേ. ഇപ്പൊ കുറച്ചെങ്കിലും ആശ്വാസം തോന്നുന്നുണ്ട്.
ബെഡ് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെയാണ് ആദ്യത്തെ ഗ്ലാൻസിലാണ് കരുതിയത്. പക്ഷെ ബെഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലേക്ക്. കാരണം എന്താ വെച്ചാണേ ഞാൻ എന്താ കാട്ടുന്നു, ഇത് മാറ്റിയിട്ട് ഇത് വെക്കണം. എന്നാല് നമുക്ക് നേരെ നമ്മുടെ കയ്യിലിപ്പോൾ ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ, തൽക്കാലത്തിന് ഇങ്ങനെ മൂടാം. തൽക്കാലത്തിന് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് 2 കൂടും. നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇത് 3 ഇതാക്കിയിട്ട് റെഡ് ബെഡ് ഉണ്ടാക്കിയിട്ട് ചുവന്ന ബെഡ് ആക്കാം. എന്നിട്ട് ഈസ് കടന്നുറങ്ങാം. ആൻഡ് ഫൈനലി നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.